ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഹോം തിയേറ്റർ. ഇത് 2.1-ൻ്റെ ക്രിയേറ്റീവിൻ്റെ ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോർഡെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സബ് വൂഫർ ചെറിയ 2-3 ഹോളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇനി ഇതിലിട്ട് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേന് നമ്മൾ വേറൊരു ചെറിയ 2 ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലുണ്ട് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ബോർഡാണ് നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ മുമ്പ് ഇത് വെച്ചിട്ടുള്ള നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഇതാണ് നമ്മളെ ബ്ലൂടൂത്ത് ബോർഡ്, ഇതാണ് ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന് പരിചയപ്പെടാം നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് എവിടെയാണ് വയർ കണക്ട് ചെയ്യാനുള്ളതെന്ന്. ഈ കാണുന്നതാണ് 2 സ്പീക്കർ കൊടുക്കാനുള്ള വയർ. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റുമാണ് സ്പീക്കറുകൾ വരുന്നത്. ഇവിടെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ബോർഡിന് നമ്മൾ പവർ കൊടുക്കുന്നത്. അവിടെ നമ്മൾ 2 വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബ്ലൂടൂത്ത് ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതുകൂടാതെ നമ്മൾ വേറെ 3 വയർ കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന ഓഡിയോ അത് നമ്മൾ ആംപ്ലിഫയറിലോട്ട് എത്തിക്കുന്ന 3 വയറാണ്. ഇതിൽ നമ്മൾ ബോർഡിൽ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലോട്ട് നമ്മൾ 3 വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന പറയുമ്പോഴത്തേനും നമ്മൾ പഴയൊരു മൊബൈൽ ചാർജറിൻ്റെ വയറാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ ബോർഡുകൾക്ക് പവർ കിട്ടുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേക്കും നമ്മൾ സബ് വൂഫറിലിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ 2 വയർ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ 4 വയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, 2 വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്പീക്കർ കൊടുക്കാനുള്ള വയറും കൊണ്ട് നമുക്ക് ഇതിൽ കിടപ്പുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊന്ന് പവർ കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയ ബോർഡായിട്ട് പവർ കുറവായിരിക്കുമെന്ന്, എന്നാലും നല്ല പവർ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയും ബാക്കിയെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിനി ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഇതിൽ നിന്ന് ഒഴിവാക്കിയ പഴയ ഒരു ബോഡി നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ബോർഡാണ് നമുക്ക് ഈ പുറകെ സൈഡിലിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് തന്നെ നമുക്കൊരു സ്പീക്കറുകൾക്കുള്ളൊരു ഇതുകൂടെ കാണാൻ, ഒരു പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടേക്ക് നമുക്ക് ബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഒരു സ്പീക്കറിൻ്റെ വയർ കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നമുക്കൊരു സ്പീക്കർ കൊണ്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സോൾഡർ ചെയ്ത് നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സോൾഡറിങ്ങെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു മൊബൈൽ ചാർജർ കൊടുക്കാമെന്നുള്ളൊരു ഭാഗം മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണുള്ളൂ. ആക്കിയ സബ് വൂഫറെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൊബൈൽ ചാർജറിലൊന്ന് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ എന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഹോം തിയേറ്റർ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ആക്രിക്കടയിൽ വേണ്ടാതെ കിടന്നൊരു ഹോം തിയേറ്ററാണ്. നമ്മളിപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിരുന്നാൽ നമ്മൾ തുടർന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.